ആക്റ്റീവ 125cc വരുന്നത് രണ്ട് ഓപ്ഷനിലാണ്. അതിൻ്റെ അകത്ത് സ്മാർട്ട് കീ ഉള്ള മോഡലും നോർമൽ കീ ഉള്ള മോഡലാണ്. ഏത് ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഇതിന്റെ മീറ്റർ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി അതിന്റെ സർവീസ് കോസ്റ്റിന്റെ കാര്യത്തിലേക്കാണ് നമ്മൾ. സർവീസ് കോസ്റ്റ് വരുന്നത് നമുക്കൊരു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഒരു ടൂ വീലറിന്റെ വിശേഷങ്ങളാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഹോണ്ട ആക്ടിവ 125ന്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നിൽക്കുന്നത് തൊടുപുഴയുള്ള മുത്തൂറ്റ് ഹോണ്ടയിലാണ്. നമ്മളൊപ്പം ചേരുന്ന വൈശേഷനാണ്. വൈശേഷ വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇതിനു മുമ്പും ആക്ടിവയുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വന്നേക്കുന്ന ഒരു മോഡലാണ് ഈ വരുന്ന മോഡൽ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുതരാമോ? നമുക്ക് ആക്ടിവ 125cc വരുന്നത് രണ്ട് ഓപ്ഷനിലാണ്. അതിൻ്റെ അകത്ത് സ്മാർട്ട് കീ ഉള്ള മോഡലും നോർമൽ കീ ഉള്ള മോഡലാണ് രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. സ്മാർട്ട് കീ ഉള്ള ഓപ്ഷനിനകത്ത് കുറച്ചും കൂടി വ്യത്യാസം വന്നിരിക്കുന്നത് നാവിഗേഷൻ വരുന്നുണ്ട്, പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, വെതർ അറിയാൻ പറ്റും, കോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, പിന്നെ അതിൻ്റെ അത് മ്യൂസിക് ചേഞ്ച് ചെയ്യാം, പിന്നെ ഉള്ള മെസ്സേജ് അലർട്ട്. ഇത്ര ഓപ്ഷൻസ് ആണ്. പിന്നെ സ്മാർട്ട് കീ ആയിരിക്കും. സ്മാർട്ട് കീ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്മാർട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കുള്ള സ്മാർട്ട് അൺലോക്കാണ്. നമ്മൾ 2 മീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ അടുത്തെത്തുമ്പോൾ നാവിഗേഷൻ ഈ ഗ്രീൻ കളർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ആക്ടിവേറ്റ് ആയിരിക്കും. പിന്നെ ജസ്റ്റ് നമുക്കത് ഒരു ബട്ടൺ ഉണ്ട്, അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് നമുക്ക് ഓൺ ആക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി അത് ആക്ടിവേറ്റ് ആയിരിക്കും. പിന്നെ സ്മാർട്ട് സ്റ്റാർട്ട്, സ്മാർട്ട് സേഫ്. ഈ കീ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിലവിൽ 2 കീ വരുന്നുണ്ടല്ലോ. നിലവിൽ 2 കീ വരുന്നുണ്ട്. ഒരു പെയർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് യൂണിക് ID ഒരു ടാഗ് വരുന്നുണ്ട്. ഈ ടാഗിനകത്ത് നമുക്കൊരു 90 years കോഡ് വരുന്നുണ്ട്. ഈ കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കീ ഇല്ലെങ്കിൽ പോലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് പുതിയ മോഡൽസ് എന്തെങ്കിലും കളേഴ്സ് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പുതിയ കളേഴ്സ് വന്നേക്കണം. നമുക്ക് ഇപ്പം നിലവിൽ 6 കളേഴ്സ് വരുന്നുണ്ട്. ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ റെബൽ റെഡ് എന്ന് പറഞ്ഞൊരു കളർ വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, പിന്നെ പേൾ ഡീപ്പ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞ കളർ വരുന്നുണ്ട്, പിന്നെ PS ബ്ലൂ വരുന്നുണ്ട്, പിന്നെ മാറ്റാസിസ് ഗ്രേ വരുന്നുണ്ട്. ഇത്രയും കളേഴ്സ് ആണ് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിന്റെ ഫ്രണ്ടിൽ നിന്നോട്ടുള്ള യൂസ് ഒന്ന് പറഞ്ഞു പോവാം. ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേന്റെ ഹെഡ്ലൈറ്റ് വരുമ്പോഴത്തേക്ക് ഒരു LED ഹെഡ്ലൈറ്റ് ആണ്, ഫുള്ളി LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് വരുമ്പോഴത്തേക്ക് ഒരു DRL വരുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള DRL വരുന്നത്. ഒരു പ്രീമിയം ആയിട്ടുള്ള സെഗ്മെന്റ് വരുന്ന രീതിയിലുള്ള DRL വരുന്നുണ്ട്. നല്ല അഗ്രസീവ് ആയിട്ടുള്ളൊരു. ഇത് നമുക്ക് ഈ വരുന്ന DRL ഒക്കെ 2 മോഡൽസിലും വരുന്നുണ്ടോ? എല്ലാ മോഡലും തന്നെ DRL വരുന്നുണ്ട്. 2 മോഡലും DRL വരുന്നുണ്ട്. അതെ. പിന്നെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഒരു ക്രോമും കയറി വരുന്നുണ്ട്. വണ്ടി കുറച്ചും കൂടെ കാണാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ വരുമ്പോഴത്തെ ടെലിസ്കോപ്പി സസ്പെൻഷൻ ആണ് വരുന്നത്. സസ്പെൻഷൻ നമുക്ക് കുറച്ചും കൂടെ യാത്രാസുഖം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ടയർ വരുമ്പോഴത്തെ 12 ഇഞ്ചിന്റെ ടയർ വരുന്നുണ്ട്. ട്യൂബ്ലെസ് ടയർ ആണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും സെയിം തന്നെയാണോ വരുന്നത്? ഫ്രണ്ടും ബാക്കും വരുമ്പോഴത്തെ ഫ്രണ്ട് 12, ബാക്ക് 10 ആണ് വരുന്നത്. പിന്നെ വരുമ്പോഴത്തേക്കും വണ്ടി സൈഡ് സ്റ്റാൻഡ് വരുമ്പോഴത്തേക്ക് സൈഡ് സ്റ്റാൻഡ് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. വണ്ടിക്ക് സൈഡ് സ്റ്റാൻഡ് മാറ്റിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. സ്റ്റാൻഡ് മാറ്റാൻ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. സേഫ്റ്റിയുടെ കുറച്ചുകൂടി സ്റ്റാൻഡ് മാറ്റിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. പിന്നെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയൊരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു വലിയ ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. പിന്നെ ഒരു മൊബൈൽ ചാർജ് C2C ടൈപ്പ് മൊബൈൽ ചാർജിങ്ങിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഹാൻഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഹെഡ്ലൈറ്റ്, ഡിമ്മർ ലൈറ്റ്, പാസ് സ്വിച്ച് തന്നെ ഇതിൻ്റെ അകത്ത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മീറ്റർ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ജോയിസ്റ്റിക്ക് പോലെ സ്വിച്ച് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ മീറ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹോണിന്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്വിച്ച് നമുക്ക് അഡീഷണൽ ഇവിടെ കയറി വന്നേക്കുന്ന സ്വിച്ച് അല്ലേ? മീറ്റർ കൺസോൾ. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്റർ കൺസോളിലേക്ക് TFT ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അതാണ് എടുത്തു പറയേണ്ടത്. നമുക്ക് ഏത് ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഇതിന്റെ മീറ്റർ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. രാത്രിയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നൈറ്റ് മോഡിലോട്ട് വൈറ്റ് ആകും, ഡേ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ബ്ലാക്ക് ആകും. അങ്ങനെ മാറി മാറി അഡ്വാൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് ആയിട്ട് സെൻസ് ചെയ്തത് ചേഞ്ച് ചെയ്യും. പിന്നെ നമുക്ക് ഫ്യൂവലിന്റെ കൺസപ്ഷൻ, ഫ്യൂവലിന്റെ റേഞ്ച് കാണിക്കും, ഫ്യൂവല് കാണിക്കുന്നുണ്ട്. പിന്നെ ട്രിപ്പ് എയും ട്രിപ്പ് ബിയും സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് 2 മോഡലും നമ്മൾ ഈ കളർ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഫംഗ്ഷൻസിലൂടെ ട്രിപ്പ് ഓട്ടോ റീസെറ്റ് ചെയ്യാൻ പറ്റും. എക്കോ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുകൊണ്ട് വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ എക്കോ മോഡലായിരിക്കും വണ്ടി. ഇവിടെ മൈലേജ് കീപ്പ് ചെയ്യാൻ പറ്റിയ സിസ്റ്റം ആയിരിക്കും പറ്റും. പിന്നെ ഡിസ്പ്ലേ ടൈപ്പ് മാറ്റാം, ബ്രൈറ്റ്നസ്, തീം, ഫേവറേറ്റ് ഇൻഫോർമേഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ജനറൽ വരുമ്പോൾ ഡേറ്റ്, ടൈം, യൂണിറ്റ്, റീസ്റ്റോർ, പിന്നെ ബ്ലൂടൂത്ത് പെയറിങ്. ഇത് സ്മാർട്ടിനകത്താണ് ബ്ലൂടൂത്ത് പെയറിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നത്. പിന്നെ സർവീസ്, മെയിനായിട്ട് സർവീസിൻ്റെ പീരിയോഡിക് മെയിൻ്റനൻസ്, അതിൻ്റെ കിലോമീറ്റർ, മന്ത് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഓയിൽ ചേഞ്ച് കറക്റ്റ് ഇതിൻ്റെ തന്നെ കാണിക്കുന്നത്. ഓയിൽ ചേഞ്ച് ചെയ്യാറായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ കാണിച്ചു. വാണിംഗ് ഇൻഫർമേഷൻ, ബാറ്ററി വോൾട്ടേജ്, അങ്ങനെയുള്ളതെല്ലാം ഇതിൻ്റെ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ സ്മാർട്ട് ഓപ്ഷനിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു നോബ് തിരിച്ചാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഇറങ്ങിയ മോഡൽ സെയിം തന്നെയാണ്. ഇതിൻ്റെ അതൊരു LED ലൈറ്റ് ഒക്കെ ചുറ്റും അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്.
പിന്നെ വരുമ്പോഴത്തേക്കും അഡ്വാൻസ് ISS സിസ്റ്റമാണ് വരുന്നത്. അഡ്വാൻസ് ISS സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടി എവിടെയെങ്കിലും ഇപ്പോൾ ബ്ലോക്കിലൊക്കെ ചെന്ന് ആക്സിലേറ്റർ ഫുൾ റിലീസായി ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ വണ്ടി ആക്സിലേറ്റർ പോയി കഴിഞ്ഞാൽ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി എഞ്ചിൻ കട്ട് ഓഫ് ആവും. പിന്നെ ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്താൽ മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഭയങ്കര മൈലേജ് വെറുതെ പെട്രോൾ കത്തിപ്പോയാൻ വേണ്ടിയുള്ള സിസ്റ്റമാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഹാൻഡിൽ മൊത്തത്തിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. പ്രീമിയം ലുക്കിൽ ബ്രൗൺ ഷെയ്ഡിലാണ് വന്നത്. അതേപോലെ നമുക്ക് 2 ഓപ്ഷനിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. രണ്ട് മോഡലിലും ഇങ്ങനെ തന്നെ വരുന്നത്. ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ 2 ഹുക്ക് വരുന്നുണ്ട്. ഇവിടെയും വരുന്നുണ്ട്, താഴത്തും നമുക്ക് 2 ഹുക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ അത്യാവശ്യം നല്ല സ്പേസ് ആണ്, നല്ല സ്പേസ് വരുന്നുണ്ട്. പിന്നെ സീറ്റ് ഓപ്പൺ ചെയ്യാൻ സീറ്റിന് ഉള്ളിലാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. സീറ്റ് ഓപ്പൺ സീറ്റ് ഓപ്പൺ ചെയ്യും. സീറ്റ് ഓപ്പൺ ചെയ്ത് ഫ്യൂൽ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. താഴത്തോട്ട് പ്രസ് ചെയ്യാൻ സീറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. സീറ്റിന്റെ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. ഇത് എത്രയാണ് അതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്? ഇതിന്റെ 20 ലിറ്റർ 20 ലിറ്റർ ആണ് 20 ലിറ്റർ ആണ് വരുന്നത് അല്ലേ? അത്യാവശ്യം നല്ല സ്പേസ് ആണ്. ഹെൽമെറ്റ് വെച്ചാൽ പോലും ചെറിയ സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ശരിക്കും ഫാമിലിക്ക് പറ്റിയ ഒരു വാഹനം അല്ലേ? ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നോണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്രോൾ ടാങ്കിന്റെ ഓപ്പൺ ചെയ്യാൻ പറ്റും. 5.3 ലിറ്റർ ആണ് ഫുൾ ടാങ്ക് പെട്രോൾ വരുന്നത്. പെട്രോൾ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇറങ്ങേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്രോൾ ടാങ്കിന്റെ അടപ്പായാലും നമുക്ക് ഒരു അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടി ഒരു കവറും ബോഡി കളർ തന്നെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ലുക്ക് സ്റ്റൈലിഷ് ആയിട്ട് ഒരു ആക്റ്റീവ 125 സ്മാർട്ട് എന്ന് പറഞ്ഞ ഒരു ലോഗോയും വരുന്നുണ്ട്. പിന്നെ മെറ്റൽ വരുന്നത് ഇതിന്റെ മെറ്റൽ ഫുട്രസ്റ്റ് മെറ്റലാണ് വരുന്നത്. ഇങ്ങനെ ബാക്കിലെ വീലിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 10 ഇഞ്ചാണ് വരുന്നത്. 10 ഇഞ്ചാണ് ബാക്കിലെ വീല് വരുന്നത്. ആക്റ്റീവ 125 വരുമ്പോഴത്തേക്ക് ഇതിന്റെ എഞ്ചിൻ കവർ വന്നിരിക്കുന്നത് നമുക്ക് ബ്ലാക്ക് കളറിലോട്ട് വന്നിട്ടുണ്ട്. സിൽവർ കളറിൽ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വരുന്നത് ബ്ലാക്ക് കളറിലോട്ട് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഏറ്റവും നല്ല അട്രാക്ഷൻ വരുന്നത് ബാക്കിൽ നിന്ന് നോക്കുമ്പോഴാണ്. ടെയിൽ ലാമ്പൊക്കെ വരുമ്പോഴത്തേക്കും നല്ല വലിയ ടെയിൽ ലാമ്പാണ് വരുന്നത്. ഒരു ആക്റ്റീവ് 125 എന്നുള്ളൊരു ബാഡ്ജിങ് ഒക്കെ അത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഗ്രാബ് റെയിലായാലും അത്യാവശ്യം ബാക്കിലിരിക്കുന്ന നല്ലൊരു സപ്പോർട്ട് കിട്ടുന്ന ഒരു ബ്ലാക്ക് റെയിലാണ് വന്നത്. നല്ല വലിപ്പത്തിലാണ് തന്നെ വന്നിട്ടുണ്ട്. ഇത്രയും വലിയ ടെയിൽ ലാമ്പൊക്കെ വന്നുകൊണ്ട് നൈറ്റ് ഒക്കെ കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും വണ്ടി കാണാൻ. നല്ല വലിപ്പമുണ്ടല്ലോ, നല്ല വലിപ്പമുണ്ട് വണ്ടി കാണാൻ, നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. പിന്നെ വരുമ്പോൾ സൈലൻസർ നോർമൽ പഴയ മോഡൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് പ്രൊട്ടക്ടർ വരുന്നത് അത്യാവശ്യം നല്ല മെറ്റൽ പ്രൊട്ടക്ടർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആക്റ്റീവ് 125cc OBD 2B നോംസിൽ വരുന്ന എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത്. വണ്ടിക്ക് മൈലേജ് കൂടുതലുണ്ട്. പഴയ വണ്ടികളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും മൈലേജ് കൂടുതലുണ്ട് വരുന്നുണ്ട്. പിന്നെ മെയിൻ്റനൻസ് കുറവായിരിക്കും വണ്ടിക്ക്. വണ്ടി സ്റ്റാർട്ടിങ് സൈലൻസ് സ്റ്റാർട്ടാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാമോ? നമ്മൾ മീറ്റർ കൺസോൾ തെളിഞ്ഞു വരുന്ന ഹോണ്ടയുടെ ഒരു ബാഡ്ജും കൂടിയാണല്ലോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വളരെ നൈസായിട്ടുള്ള സൗണ്ട് വരുന്നുള്ളൂ അല്ലേ? നേരത്തെ അത്ര സൗണ്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് 125 ആയിട്ടു അല്ലേ? അപ്പോൾ ചേട്ടാ നമ്മൾ ഒരു ആപ്പിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു കണക്ട് ചെയ്യാൻ പാകത്തിന്. അതിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഹോണ്ടയുടെ റോഡ് സിങ്ക് എന്ന് പറഞ്ഞ ആപ്പ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. അത് നമുക്ക് മൊബൈലിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് പെയർ ചെയ്യാൻ പറ്റും. നമുക്ക് പെയർ ചെയ്തിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്തെല്ലാം ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമോ ചെയ്യുമ്പോൾ? അതിൻ്റെ അകത്താണ് നമുക്ക് വരുന്നത് വെതർ അറിയാൻ പറ്റും, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് നാവിഗേഷൻ 10x10 നാവിഗേഷൻ കാണിക്കും. പിന്നെ കോൾ അക്സെപ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് മ്യൂസിക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ മെസ്സേജ് അലർട്ട് ഇത്രയാണ് നമുക്ക് അതിൻ്റെ അകത്ത് വരുന്നത്. ആപ്പ് വഴി കണക്ട് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്തിട്ട് കണക്ട് ചെയ്യുകയാണ് ജസ്റ്റ് നോർമൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യണം അല്ലേ? അപ്പോൾ ചേട്ടാ നമ്മൾ അതിനെക്കുറിച്ചുള്ള അത്യാവശ്യം ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ? ഇനിയിപ്പോൾ മെയിനായിട്ട് നമ്മൾ അറിയാനുള്ള പ്രൈസിന്റെ കാര്യം, മൈലേജ്, അതുപോലെ സർവീസ് കോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാനുള്ളത്. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ മൈലേജ് എത്രയാണ് മൈലേജ്? കമ്പനി നമുക്ക് പറയുന്നത് 60 കിലോമീറ്റർ ആണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഒരു 58 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. പുതിയ വണ്ടിക്ക് അത്യാവശ്യം ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികളായതുകൊണ്ട് പുതിയ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. നമുക്ക് കസ്റ്റമറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജിന്റെ കാര്യം മൈലേജാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ടത് പ്രൈസാണ്. അപ്പോൾ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാലോ?
പ്രൈസ് നമുക്ക് 1,25,000 ആണ് നമുക്ക് ഓൺ റോഡ് വരുന്നത്. പ്ലസ് ആക്സസറീസ് വരും. ആക്സസറീസ് അഡീഷണൽ ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കസ്റ്റമർ ഓപ്ഷനാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പ്രൈസ് നമ്മുടെ GSTയുടെ പ്രൈസ് വന്നിട്ടില്ല. അപ്പോൾ നിലവിൽ ഇപ്പോൾ കിടക്കുന്ന പ്രൈസിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ GSTയുടെ പ്രൈസ് പറയുമ്പോൾ നമുക്ക് എല്ലാം അറിയാം, പ്രൈസിന്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ടാവും, പ്രൈസ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ബ്രോയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസിന്റെ കാര്യങ്ങൾ അറിയാനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ. പിന്നെ ഓണത്തിന്റെ ഓഫറും വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പം ഇപ്പം ഈ രണ്ട് മോഡലിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന്റെ പ്രൈസിൽ എങ്ങനെയാണ് വരുന്നത്? ഡിഫറൻസ് വരുന്നുണ്ടോ? പ്രൈസിൽ ഏകദേശം രണ്ടും തമ്മിലൊരു 8,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. 8,000 വ്യത്യാസം വരുന്നുണ്ട്. അത് നമുക്ക് സ്മാർട്ട് കീയുടെ ആണ് വ്യത്യാസം വരുന്നത്. സ്മാർട്ട് കീ, പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഫീച്ചേഴ്സ്, നാവിഗേഷൻ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, റോഡ് സിങ്ക് ആപ്പ് വഴി കണക്ട് ചെയ്യുന്നതിന്റെ അതിന്റെ ഒരു ഫീച്ചേഴ്സിന് വ്യത്യാസമാണ് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വഹിച്ചേട്ടാ? ഡൗൺ പേയ്മെന്റ് ഒരു 6,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ആക്സസറീസ് എല്ലാം വെച്ച് തന്നെ സിവിൽ സ്കോർ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മന്ത്ലി നമുക്ക് എത്ര ആഴ്ച അടവ് വരും? മന്ത്ലി ഏകദേശം ഒരു 4,500, 5,000 ഏകദേശം ആ റേഞ്ചിൽ അടവ് വരും. 5 അടുത്ത് അടവ് വരും അല്ലേ? എത്ര വർഷത്തേക്ക്? 4 വർഷം വരെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, 4 വർഷത്തെ ഫിനാൻസിന്റെ കാര്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ 5,000 വെച്ച് അടുത്ത് അടവ് വരുന്നത്. നമുക്കത് സിവിൽ സ്കോർ നോക്കിയാലാണ് കറക്റ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നീ ഇപ്പൊ വണ്ടികൾ സ്റ്റോക്ക് ഉണ്ടോ വെച്ചിട്ട്? അങ്ങനെയാണ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഡെലിവറി കൊടുക്കാനായിട്ട് പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അതിന്റെ സർവീസ് കോസ്റ്റിന്റെ കാര്യത്തിലേക്കാണ് നമ്മൾ. സർവീസ് കോസ്റ്റ് വരുന്നത് നമുക്കൊരു 500 രൂപ ഓയിൽ ചാർജ്. ഓയിലിന്റെ ചാർജ് സർവീസിന്റെ 3 സർവീസാണ് വരുന്നത്. അതിന്റെ ഓയിൽ ചാർജ് ആണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഏകദേശം 500 അടുത്താണോ വരുന്നത്? 500 രൂപ അടുത്ത് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തോന്നണം അല്ലേ? ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്രോയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് GST പ്രൈസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ GST പ്രൈസ് എന്തായാലും ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രോയിനെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഹോണ്ടയുടെ ഇരുചക്ര വാഹനങ്ങൾ ഏതാണെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലും അതുപോലെ തന്നെ വാങ്ങാനാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ബ്രോയിനെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അയച്ചാൽ നമുക്ക് ഷോറൂം വരുന്ന ലൊക്കേഷൻ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഷോറൂം ലൊക്കേഷൻ വെങ്ങല്ലൂർ ഷാപ്പുംപടി, തൊടുപുഴ വെങ്ങല്ലൂർ ഷാപ്പുംപടിയിലാണ് ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പം എന്തായാലും വീഡിയോ വൈൻഡ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ ആക്റ്റീവ 125 യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത് നമ്മളെ വീഡിയോ കാണുന്നവർക്കും വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും ഉപകാരമായിട്ട് മാറും. കറക്റ്റായിട്ട് അതിൻ്റെ മൈലേജ് എത്രയാണ് കിട്ടുന്നത്, അതുപോലെ സർവീസിനൊക്കെ എത്ര പ്രൈസ് വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരമാകും. അപ്പോൾ പറഞ്ഞാൽ തന്നെ വീഡിയോ വൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ദയവായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ ബ്രോ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.